നമ്മുടെ സിനിമാ നടി ലെനയാണ്. ലെന കുറച്ച് നാളുകളായിട്ട് ഭയങ്കര ആത്മീയത, വേറെ ഏതൊക്കെയോ തലം, അങ്ങനെ പല ഐറ്റമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ കുറേ പരിപാടിയുണ്ട്, എല്ലാം കൂടെ ഒന്നും എടുക്കുന്നില്ല. എന്നാലേ ജീൻസും ജുബയും ധരിച്ച് ബാഗും തൂക്കി ഒരാൾ എൻ്റെ മുന്നിലൂടെ നടന്നു പോയി. ചോദിച്ചപ്പോഴാണ് അയാൾ മരിച്ചതാണെന്ന് അറിഞ്ഞത്. ലെനയുടെ വെളിപ്പെടുത്തൽ ഏതോ ചാനലുകാരുടെ അടുത്ത് ഇൻ്റർവ്യൂവിന് പോകുന്നതാണ്. ഇപ്പോൾ സിനിമ കുറവാണ്, സിനിമയിലൊന്നും അങ്ങനെ അഭിനയമൊന്നുമില്ല. അതിന് കമൻറ്റ് ഇട്ടേക്കുന്നതാണ് ഓപ്പറേഷൻ തൂഫാൻ വൻ പരാജയമെന്ന്. അയ്യോ, അങ്ങനെ ടൈറ്റിലിട്ടാണ് ലെന വന്നിരിക്കുന്നത്. ഇതിനകത്ത് രസം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്തിപ്പോൾ ലെനയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ തോന്നുന്നതാണ് ഹാലുസിനേഷൻ, ഡിലൂഷൻ എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ. നോക്കുമ്പോൾ ഒരാളിങ്ങനെ പോകുന്നു, അയാളോട് ചോദിക്കുന്നു, ജുബയും ജീൻസും തോൾസഞ്ചിയൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചോദിക്കുന്നു ആരാണ്. ഒന്നാൾ പറഞ്ഞു ഞാൻ ആത്മാവാണ്. ഓ, എവിടെ പോകുന്നു? ചുമ്മാ ഇങ്ങനെ ഇറങ്ങിയാണ് വൈകുന്നേരം ഞാനിങ്ങനെ ചുമ്മാ പണ്ടൊക്കെ ഇങ്ങനെ നടക്കുവാൻ ഈ വഴിയൊക്കെ, അതുകൊണ്ട് വന്നതാണെന്നൊക്കെ പറയുന്ന ഒരു സാധനം. അങ്ങനെ പുള്ളിക്കാരിക്ക് ഇങ്ങനെ തോന്നുവാണ് മരിച്ച ആൾക്കാരൊക്കെ കാണുന്ന ഒരാളാണ് പുള്ളിക്കാരി എന്ന്. ഏത് ലെനയ്ക്ക് ഭയങ്കരമായ കഴിവുകളൊക്കെ ഉണ്ട്. വേറെ ആരും അങ്ങനെ അധികം കാണുന്നില്ല. വേറെ കാണുന്നവരൊക്കെ ഉണ്ട്, പക്ഷേ അവരൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് അങ്ങനെ കുറച്ചൊക്കെ അറിയാമായിരുന്നു, അവരിപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ ആത്മാവിനെ കാണുക എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ പ്രശ്നമാണ്. അതൊരു റിയലായിട്ടുള്ള സാധനമല്ല. ഒന്നത് ആത്മാവിനൊന്ന് വിശ്വസിക്കണം, പിന്നെ ഈ ആത്മാവിനെ കാണണം, ആത്മാവിനോട് ചോദിക്കണം, പറയണം. അത് എന്നിട്ട് നാട്ടുകാരോട് മൊത്തം പറയണം. ഇനി പോട്ടെ, ലെന ഏതെങ്കിലും പോകുന്ന വഴിക്ക് പരിചയമില്ലാത്ത ഒരാൾ പോകുമ്പോൾ ആരോട് ചുമ്മാ ചോദിക്കുക ആരാ എന്താ എന്ന് ചോദിച്ചാൽ, അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം പണ്ട് ഇങ്ങനെ പറഞ്ഞതാണ് ഞാൻ ആത്മാവാണ് എന്ന് പറഞ്ഞാൽ നടന്നു പോയി. എന്നോട് ചോദിച്ചാൽ ആരാണ്, ഞാൻ ആത്മാവാന്ന് പറഞ്ഞു. തള്ളയും നിൽക്കുക. അവരൊന്നും പറഞ്ഞില്ല, അവരിങ്ങനെ ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കുന്നത് കണ്ടില്ല. പിന്നെ അതുമല്ല അവരത് വിശ്വസിച്ചൊന്നുമില്ല, അവർക്ക് മനസ്സിലായി കളിയാക്കുവാന്ന്. അവരിന്ന് എന്നോട് ചോദിക്കുന്നത് എന്ന് പറഞ്ഞൊരു വില ലെന ചോദിച്ചപ്പോൾ ആരെങ്കിലും പറഞ്ഞാണോ എന്നറിയാം, ആത്മാവ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി കാണുമെന്ന്. ഇതൊക്കെ എന്ത്, അയ്യോ എന്നാ കോമഡിയാണെന്ന് നോക്കുകയാണ് ഈ ആളുകളൊക്കെ. ഇനി അഥവാ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ തന്നെ പറയാവോ, അവർക്ക് മനസ്സിലായില്ല, അവർക്കിത് പിടികിട്ടുന്നില്ല, ഇതെന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി അതല്ല, ഇനി തോന്നിയതാണെങ്കിൽ ഒരാൾ അവിടെ ഇല്ലായിരുന്നു വിചാരിക്കുക, ഒരിക്കലും ഒരു മനുഷ്യൻ വന്നവിടെ മുന്നേ എന്നിട്ട് പറയുവാണ് ഞാൻ ആത്മാവെന്ന് ഞാൻ ഉറപ്പാവുക, ഒരു സംശയം വേണ്ട. എന്തിനാ ഇവരോടൊക്കെ പറയുന്നത് ഞാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലരൊക്കെ അങ്ങനെ ചെയ്യും. ചിലപ്പോൾ അടിച്ച് പൊട്ടി നിൽക്കുന്ന സമയത്തൊക്കെയാണ് ചിലപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ ചുമ്മാ ഒരു കളിയും മനസ്സിലല്ലേ, എല്ലാവരും നിൽക്കത്തൊന്നുമില്ല. പിന്നെ ഇനി അതല്ല, അവിടെ ഒരാളില്ലായിരുന്നു, അവിടെ ഒരു CCTV ആൾ പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആരും അയാളെ കണ്ടിട്ടില്ലെന്ന് വിചാരിക്കുക. മറ്റുള്ളവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ പറയുന്നുണ്ട് ഈ പുള്ളി ആത്മാവല്ലെന്ന് ചോദിച്ചാൽ എന്നോട് പറയാം അല്ലാതെ അവിടുത്തെ മറ്റേ ബാലഞ്ചേട്ടനാന്ന് പറയും. ഞങ്ങളുടെ ബാലഞ്ചേട്ടനാ സ്ഥിരം ആത്മാവ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആത്മാവിൻ്റെ ക്രിസ്ത്യൻ കാണത്തിലൊക്കെ ഈ ആത്മാവ് ഭയങ്കര സംഭവം, അതൊക്കെ പോട്ടെ. അപ്പോൾ അങ്ങനെ കാണിച്ചു കൊടുക്കും. അതല്ല, ആ പ്രദേശത്തും ഇല്ലാത്ത ഒരാളെ പറ്റിയാണ് പറയുന്നതെങ്കിൽ മറ്റാരും അതിനെ കണ്ടിട്ടില്ലെങ്കിൽ ലെന മാത്രമേ കാണുന്നുള്ളെങ്കിൽ ലെനയോട് ആദ്യ ഭർത്താവാണോ ഏത് ഭർത്താവാണെന്ന് അറിയത്തില്ല, ഒരാൾ പറഞ്ഞിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എത്രയും പെട്ടെന്നൊരു കൺസൾട്ടേഷൻ എടുക്കാൻ. അതൊക്കെ പുള്ളിക്കാരി ഒന്ന് ഇൻ്റർവ്യൂവിന് പറഞ്ഞ കേട്ടോ, എനിക്കറിയത്തില്ല പറഞ്ഞില്ലെന്നൊന്നും, ഞാൻ അങ്ങനെ പറയാനും പോകുന്നില്ല ആരോടും. അല്ലെങ്കിൽ അവരവരുടെ ചുറ്റുപാടിലുള്ളവർക്കാണ് അതിൻ്റെ പ്രശ്നങ്ങളുള്ളത്, നമുക്കല്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ചുമ്മാ ഇങ്ങനെ കേൾക്കുക, ചിരിക്കുക, കോമഡി ആക്കുക, ഇതൊക്കെ ഒരു പൊട്ടത്തരമാണെന്ന് മനസ്സിലാക്കി നമ്മളൊക്കെ ഇങ്ങനെ ചുമ്മാ ഓരോന്നൊക്കെ സംസാരിക്കുക. പക്ഷേ ഞാൻ എല്ലാവരും പറയാം, ഇത് ഇങ്ങനൊരു സംഭവം ഇല്ല, ആത്മാവൊന്നുമില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണെന്ന് ആർക്കും അറിയത്തില്ല. ഇതുവരെ അതിനെപ്പറ്റി ആരും അറിഞ്ഞിട്ടില്ല, അറിയാൻ ശ്രമിക്കുന്ന പോലും ഇല്ല. ഇപ്പോൾ ശാസ്ത്രമൊന്നും അങ്ങനെ അന്വേഷിക്കുന്നൊന്നും ഇല്ലൊന്നും. മരണശേഷം ഇതൊന്നും തോതു ചൂക്കുമില്ല. അതങ്ങ് കഴിഞ്ഞ് അവിടെ അങ്ങ് തീർന്നു. അതിങ്ങനെ മണ്ണായി പൊടിയായി നമ്മളൊക്കെ ഇങ്ങനെ പൊടി ശ്വസിച്ച് തുമ്മും. ഈ തുമ്മുന്ന അതുകൊണ്ടാണ്, ചില പൊടി നമ്മുടെ ഓർമ്മകളായിരിക്കും, നമ്മുടെ പൂർവികരുടെ ആരോ എന്ന് കയറുന്ന മൂക്കിനകത്ത്, അപ്പോൾ നമ്മൾ തുമ്മുന്നതാണ് മയില്. എന്തല്ലേ ഇങ്ങനത്തെ മണ്ടത്തിലൊക്കെ എങ്ങനെ എത്ര നാൾ പറഞ്ഞു നടക്കും. ഇതൊക്കെ എന്തിനാണ് ഇവർ പറയുന്നത്? ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? ഇതേ ടൈപ്പ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരെ കണ്ടെത്താനുള്ള ശ്രമമാണോ? ഇതൊരു ബിസിനസ്സാണോ? ഇപ്പോൾ ആണെങ്കിൽ ആസ്ട്രോളജേഴ്സ് എന്നൊക്കെ പറഞ്ഞ്, ഓൺലൈൻ ആസ്ട്രോളജി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രചരണം, കുറച്ച് സിനിമാടികളൊക്കെ കൂടി പൈസ മേടിച്ചിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്താൽ മതി എല്ലാം അങ്ങ് പറയുന്നത്. എന്നാൽ പിന്നെ എന്തിനാണ് ഡേറ്റ് ഓഫ് ബർത്ത്? ആളെ കാണുമ്പോഴെങ്കിൽ പറഞ്ഞൂടെ, ഷെടാ അത് അറിയണം, എന്നാലേ ബാക്കി എല്ലാം അറിയാൻ പറ്റത്തുള്ളൂ. എവിടെ നിന്ന് വരുന്നതാണ് നീയൊക്കെ? എന്തുകൊണ്ടത് നിങ്ങളുടെ തലയിലേക്ക് എന്ത് തലയ്ക്കകത്തൊക്കെ ഇരിക്കുന്നത് ഇതിൻ്റെയൊക്കെ? ഡേറ്റ് ഓഫ് ബർത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അങ്ങ് പറയാൻ തുടങ്ങുക, അതറിയാൻ പറ്റത്തില്ല. ഒരാളെ കാണുമ്പോൾ മുഖത്തോട്ട് നോക്കി അങ്ങ് തുടങ്ങുക പറഞ്ഞു, അല്ലാതെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കരുത്. എന്താ കാര്യം എന്നറിയോ? ഇത് കിട്ടും, ഈ സ്ക്രീനെ വെച്ചിട്ട് AI വിചാരിച്ചാൽ ഇയാളുടെ ഡേറ്റ് ഓഫ് ബർത്തും കിട്ടും. ഈ ഫോട്ടോ സ്കാൻ ചെയ്തെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽ മൊത്തം കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു ആപ്പ് വരുവാ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ വെറുതെ എൻ്റെ ഇതൊരു പണ്ടൊരു ഞാൻ കാണിക്കുന്നത്, അതൊരു സംഭവമായി പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ നമ്മൾ ഈ ക്യാമറ സൂം ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ലെൻസ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ നോക്കല്ല, ക്യാമറ വെച്ച് കഴിഞ്ഞാൽ അങ്ങ് സൂം ചെയ്ത് കാണാമെന്നൊക്കെ പറഞ്ഞ് പഴയ S10 ഉണ്ടാകുന്ന സമയത്ത് മേടിച്ചൊരു സാധനമാണ് ഇത്. ഞാനുണ്ടല്ലോ ഇന്ന് ഇത് വെറുതെ എടുത്ത് ഈ ലെൻസിലൊക്കെ ഒന്ന് വെച്ച് നോക്കി ക്യാമറയുടെ. എന്നിട്ട് ഞാനിങ്ങനെ പുറത്തെടുക്കുന്നതൊക്കെ വലിയ രസമൊന്നുമില്ല, കാണാൻ വലിയ ഭംഗിയുള്ള കാഴ്ചയൊന്നുമല്ല, അതുകൊണ്ട് അത് കാണാനൊന്നും നിന്നില്ല, തിരിച്ച് വെച്ചു. ഇത് സത്യം പറഞ്ഞാൽ ഈ ലെൻസിന് ആപ്ലിക്കേഷനില്ല, ഒന്നുമില്ല, യാതൊരുവിധ ബന്ധവുമില്ല. പക്ഷേ എനിക്ക് ആഡ് വന്നു. അതെങ്ങനെ സംഭവിച്ചു? ക്യാമറയിൽ കൂടെ കാണുന്നതിനൊക്കെ എങ്ങനെ ആഡ് അടിക്കുന്നു ഇവന്മാർ? ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഈ ആക്സസ് എല്ലാത്തിനും കൊടുത്തേക്കാണ് നമ്മൾ. എനിക്കറിയത്തില്ല, ക്യാമറയ്ക്ക് ആക്സസ് വേണമെന്ന് പറഞ്ഞേക്കുന്നത് ഇതിനൊക്കെയാണ്. ശരിടാ, ഇത് വലിയ പ്രശ്നമാവില്ല ഇങ്ങനെയാണെങ്കിൽ. ഇവരിതെല്ലാം അറിഞ്ഞിട്ട് നമ്മളെ അറിഞ്ഞ് കണ്ടാണ് ഈ സാധനം തരുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചോ, നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആരുമായിട്ടാണോ പ്രശ്നം, എല്ലാം അറിയാം. എല്ലാം എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഇതുപോലത്തെ സാധനം വീണ്ടും ഒരെണ്ണം മേടിക്കാൻ എനിക്ക് തോന്നിയാലോ എന്നൊക്കെ കരുതിയിട്ടാണ്. കഴിഞ്ഞ ദിവസം ഈ ലൈറ്റ് എടുത്ത് വെച്ചപ്പോൾ ലൈറ്റിൻ്റെ പ്രശ്നം തുടങ്ങി. എന്ത് ചെയ്യാൻ?
അപ്പോൾ അതുള്ള സ്ഥിതിക്ക് ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പല കാര്യങ്ങളും നമ്മളോട് പറയുമ്പോൾ നമ്മൾ ശരിയാണെന്ന് വിചാരിക്കും. പക്ഷേ ഇത് അറിഞ്ഞിട്ട് എന്താ കാര്യം? അല്ലേ പിന്നെ ഭാവി അങ്ങോട്ട് പറഞ്ഞിട്ട് ഇന്ന് നാളെ എന്നിട്ട് ഇതൊക്കെ ചെയ്ത് നിനക്ക് ഇത്ര രൂപ കിട്ടും, നീ രാവിലെ എന്നിട്ട് പൊക്കോ, ഇന്നടുത്തൊരു പണിയുണ്ട് അത് പോയി ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പണി എനിക്ക് അറിയാവുന്ന പണിയാണ് ചെയ്തിട്ട് വരുന്നതിനൊരു രസമുണ്ട്. അല്ല അങ്ങനെയല്ലേ ഇത് ചെയ്യേണ്ടത് ശരിക്കും ഒരു മാന്യതയുള്ളൊരു ആണെങ്കിൽ. അല്ല വേണ്ട ഇന്നടുത്ത് പോകും നിനക്ക് ഇപ്പോൾ ഒരു കളി കിട്ടുമെന്നെങ്കിലും പറയണ്ടേ മയിരെ, അല്ലാതെ ഇതൊരു വലിയൊരു 90 അടിക്കാനുള്ള അല്ല വേണ്ട ഇച്ചിരി തൂഫാൻ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇതൊക്കെ പറഞ്ഞു തരണ്ടേ മയിരെ, ഇൻസ്റ്റാഗ്രാം മയിരെ, അല്ലാതെ ഇങ്ങനത്തെ ഊമ്പിയ പരിപാടിയാണോ കാണിക്കുന്നത്? അതിനിടയിലാണ് ഈ പാർട്ടികളൊക്കെ കൂടെ ഇറങ്ങിയിട്ട് പറഞ്ഞ കുറേ കോപ്പ് ആത്മാവിനെയും കണ്ടിട്ട് വന്നേക്കുക. ഇതിനൊക്കെ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെ തുടങ്ങി എന്ത് ചെയ്യും? ഈ AI-യും ആത്മാവിനെയും ഒക്കെ ആസ്ട്രോളജിയൊക്കെ ഇമാതിരി തീട്ടങ്ങൾക്ക് പരിപാടി കേൾക്കുമ്പോൾ തന്നെ അത് കട്ട് ചെയ്തേക്കണം. ഞാൻ അപ്പോൾ തന്നെ ഇത് നോട്ട് ഇൻട്രസ്റ്റ് ഒന്നും അടിച്ചാൽ വിടുക, ബ്ലോക്കൊക്കെ ചെയ്ത് കളയും ചിലപ്പോൾ. ഇതിനൊക്കെ കംപ്ലീറ്റ് ഈ അൽഗുലത്തെ സാധനങ്ങൾ നിങ്ങളുടെ മുന്നിൽ ചാടുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ ഈ ഫീഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സാധനം തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മാറ്റി പിടിക്കണം, ശ്രദ്ധിക്കാതെ ഞാൻ കേട്ടോ. ഇൻസ്റ്റ സൂക്ഷിച്ചാണ്. ഇൻസ്റ്റ ഇച്ചിരി വിഷയമാണ്. ഫേസ്ബുക്കിന് അത്ര ശല്യം ഇല്ല, ഇൻസ്റ്റയാണ് ആ സാധനം ചെയ്യുന്നത്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇൻസ്റ്റ ഒരു പരീക്ഷണ സാധനമാണ് സത്യം പറഞ്ഞാൽ. പരീക്ഷണമെന്നല്ല, പരീക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ആളായി കാണും. പക്ഷേ ഭയങ്കരമായ ആക്സസ് എല്ലായിടത്തും. ചുമ്മാ ക്യാമറ എടുത്ത് നീ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് നോക്ക്, അപ്പോൾ അവിടെ പരസ്യം വരുവാ ഇൻസ്റ്റയ്ക്കകത്ത്. ഫേസ്ബുക്കിൽ അത്രയും ശല്യം ഞാൻ കണ്ടില്ല. ഫേസ്ബുക്കിന് അത് അറിയത്തില്ലേ. ഫേസ്ബുക്കിൽ ഞാൻ പക്ഷേ കുറേ ഇരിക്കുന്നു. പക്ഷേ എൻ്റെ പരിപാടി എന്നത് ഫേസ്ബുക്കിന് അറിയാം. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്നോടൊന്നും പറയാൻ പറ്റത്തില്ല, എന്നെ ഒന്നും പഠിപ്പിക്കാനും പറ്റത്തില്ല. പക്ഷേ ഇൻസ്റ്റയിൽ അങ്ങനെയല്ല. ഇൻസ്റ്റ ഇങ്ങനെ തട്ടി ഇരിക്കാറുണ്ട്. അത് ഞാൻ കഴിഞ്ഞിടയ്ക്ക് മനസ്സിലായത് ഇൻസ്റ്റ ഈ മൈൻഡ് സെറ്റ് അനുസരിച്ച് ഇപ്പോൾ നമ്മൾ മെസ്സേജ് അയക്കുന്നത് സംസാരിക്കുന്ന കേട്ടുന്ന ഒരു പ്രാവശ്യം ഏതോ ഒരു പെങ്കൊച്ചിൻ്റെ അടുത്ത് വന്നിട്ട് ഗ്ലൂട്ടാത്തോൺ ഒരു 3-4 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഗ്ലൂട്ടാത്തോണിൻ്റെ പരസ്യം വന്നു. എന്നിട്ട് ഇപ്പോൾ വരുന്നത് ഈ മൈരെല്ലാം കൂടെ ഈ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ കഴിയുമ്പോൾ കണ്ടോണം ഗ്ലൂട്ടാത്തോൺ വരും, ഈ ലെൻസ് വരും, അല്ല ഈ പറഞ്ഞ ഇത് എന്താ അത് തന്നെ ബൈനോക്കുലറോ എന്തിനു വന്ന ടെലസ്കോപ്പോ ഏതാണ്ടൊരു ലെൻസ് ആ സാധനം വരും. പിന്നെന്താ പറഞ്ഞേ ലെന വരായിരുന്നാൽ മതി. ലെനയും ആത്മാവും വരരുതേ, വേണ്ടാത്തതുകൊണ്ട്. അതാണ് അയ്യോ ഭയങ്കര സങ്കടമായി പോകും. അത് ഭയങ്കര വിഷമമായി എനിക്ക് അങ്ങനെയൊക്കെ കാണുന്ന ആൾക്കാരെ ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. അവരെ ഓർത്തിട്ട്, അവരുടെ ചുറ്റുപാടിനെ ഓർത്ത്, അവരിടപെടുന്ന സ്ഥലങ്ങളെ ഓർത്ത്, അവരെ ചുറ്റും നിൽക്കുന്ന മനുഷ്യർ ഇവരെ സഹിക്കുന്നത് ഓർത്ത് ഇങ്ങനത്തെ മണ്ടത്തിലൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേട്ടോണ്ടിരിക്കണ്ടേ? എങ്ങനെ പറ്റുന്നു? ഈ ചുറ്റുപാടൊക്കെ ആരാ ഇവരുടെയൊക്കെ? എൻ്റെ അടുത്തൊക്കെയാണ് ഇങ്ങനെ വന്ന് പറയുന്നതെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോൾ ഞാൻ ഒരേ കാര്യം പറയത്തുള്ളൂ, ഒറ്റ കാര്യം ഞാൻ അവരോട് പറയത്തുള്ളൂ. ഞാൻ പറ്റിയാൽ ആ കാര്യം ഞാൻ തന്നെ മുൻകൈ എടുത്ത് ചെയ്തു കൊടുക്കും. കാരണം ഇതൊരു അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ നിന്നൊക്കെ അവർ രക്ഷപ്പെടണം. അല്ലാതെ അതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നാട് നീളം നടക്കുമല്ല വേണ്ടത്. അതാരാ എന്താ ഇത് ചുറ്റുപാടുള്ളവർ എന്താ ഇത് ശ്രദ്ധിക്കാത്തത്? ഇവർ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവാത്തതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. മനഃപൂർവ്വമാണെങ്കിൽ ഓക്കെ, ആരെങ്കിലും പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആസ്ട്രോളജിയോ അല്ലെങ്കിൽ ആത്മാവോടൊന്ന് വരുത്തി തീർക്കാൻ എന്തെങ്കിലും പൈസ മേടിച്ചിട്ടുള്ള പരിപാടിയാണെങ്കിൽ ഗുഡ്, അല്ലെങ്കിൽ ഇറ്റ്സ് ടു ബാഡ്.